ഫുട്ബോൾ ഈസ് സേവ്, ഹ്യൂമാനിറ്റി ഈസ് സേവ്. ഫുട്ബോൾ ജയിച്ചു, കമ്മട്ടിക്കളി തോറ്റു. സോ ഞാനും അപ്പനും സുഭദ്രയും തീരുമാനിച്ചിട്ടുണ്ടായിരുന്ന ഒരു വേൾഡ് കപ്പ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു മെസ്സിക്കും അർജന്റീനയ്ക്കും വേണ്ടിയിട്ട് പ്ലെയേഴ്സിന് ഉള്ളതിനേക്കാളും കൂടുതൽ കമ്മിറ്റ്മെന്റ് ആയിരുന്നു റഫറി മാമനും. പിന്നെ അവിടെ ഒരു ചങ്ങായി ഉണ്ടായിരുന്നല്ലോ, ബാക്കിയുള്ള ടീം ഗോൾ അടിച്ചാൽ അങ്ങേര് കരയും, മെസ്സിയും അർജന്റീനയും ഗോൾ അടിച്ചാൽ അങ്ങേര് ചിരിക്കും. ഫിഫയുടെ തലപ്പത്ത് ഇരിക്കുന്ന ഒരു ചങ്ങായി. അത് ഇല്ലാതാക്കാൻ ഇപ്പൊ സ്പെയിൻ തന്നെ വരേണ്ടി വന്നു. എക്സ്പോസ്ഡ് ആയി. അർജന്റീനയും അർജന്റീനയുടെ ഫുട്ബോളും എക്സ്പോസ്ഡ് ആയി. ഇപ്പൊ 1966 ശേഷം 3 വട്ടം മാത്രമാണ് 0 ഷോട്ട് ഓൺ ടാർഗറ്റ് ഒരു ഫൈനലിൽ വന്നിട്ടുള്ളൂ. അതിൽ 2 വട്ടവും അത് അർജന്റീന തന്നെയാണ്. നമ്മൾ എപ്പോഴും പറയും ഫുട്ബോളിൽ ചെറിയ ടീമില്ല, എസ്പെഷ്യലി വേൾഡ് കപ്പിൽ ചെറിയ ടീമില്ല, വലിയ ടീമില്ല. കുഞ്ഞൻ ടീം വരെ ഫൈനലിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും അവർ ആ ഒരു ജേഴ്സിക്ക് വേണ്ടി മരിച്ചു കളിച്ചിട്ടുണ്ടാവും. ഇവരെ പോലെ ടൂറിന് വന്നാൽ ഇത്രയും നാറിയ ഒരു ഫൈനൽ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ട്. അത്രയും നാറ്റക്കളിയായിരുന്നു. നമ്മൾ അർജന്റീനക്കാരെ കളിയാക്കാൻ പാടില്ല, സ്പെഷ്യലി അരകളെ കളിയാക്കാൻ പാടില്ല. മെസ്സി കളിച്ചില്ല. മെസ്സി ആകെ കളിച്ചിരിക്കുന്നത് 15 മിനിറ്റ് ആയിരുന്നു ഇന്നലത്തെ കളി. മെസ്സി ഫുൾ കളി കളിച്ചിട്ടുണ്ടെങ്കിൽ അർജന്റീന സിമ്പിളായി 10-0 ജയിച്ചേനെ. എനിക്ക് മെസ്സിക്ക് പനിയായിരുന്നു, അതുകൊണ്ട് അവസാന 15 മിനിറ്റ് മാത്രമേ കളിക്കാൻ ഇറങ്ങാൻ പറ്റിയുള്ളൂ. മെസ്സി ഇറങ്ങിയിട്ടുണ്ടായിരുന്നോ കളിക്കാൻ? ഞങ്ങളാരും കണ്ടില്ല. അല്ല, ഇങ്ങനെ പറയണ കേട്ടിട്ടുണ്ടായിരുന്നേ, ബാക്കിയുള്ളവർക്ക് ഫീഡ് ചെയ്ത് ബോൾ കൊടുക്കണം, പാസ് കൊടുത്താൽ മാത്രമേ ഗോൾ അടിക്കാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ മിശിഹയ്ക്ക് ബോൾ ആരും കൊടുക്കണ്ട, മിശിഹ ഗോൾ കീപ്പറിനെ ഗോള് വാങ്ങിച്ച് 10-12 പേരെ വെട്ടിച്ച് വന്ന് ഗോൾ അടിക്കും. ഇന്നലെ കണ്ടില്ല. ബോള് കൊടുത്തിട്ടില്ല. ബോള് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൈകൊണ്ടെങ്കിലും ഒരു ഗോൾ അടിച്ച് അർജന്റീനയ്ക്ക് കപ്പ് വാങ്ങിച്ചു കൊടുത്തേനെ. പെനാൾട്ടി ബോക്സിലെങ്കിലും കുറച്ച് തവണ ബോൾ എത്തിച്ചെന്ന് വെച്ചാൽ ഒരു പെനാൾട്ടി റഫറി മാമൻ വഴി കിട്ടിയിട്ടെങ്കിലും ജയിച്ചേനെ. ഇതിപ്പോ അതും പറ്റിയില്ല, കാരണം ബോള് കിട്ടണ്ടേ കുട്ടിയെ. പെട്ടി വേൾഡ് കപ്പ് പെട്ടി തുറന്നപ്പോ അർജന്റീന പൊട്ടി. ലിറ്ററലി വെരി സാറ്റിസ്ഫൈഡ്. ഫുട്ബോൾ ജയിച്ചു, ഹ്യൂമാനിറ്റി ജയിച്ചു എന്നൊക്കെ പറയില്ലേ, അതാണ് സംഭവം. ഇവരൊക്കെ ജയിച്ചെന്ന് വെച്ചാൽ, അർജന്റീനയൊക്കെ ജയിച്ചെന്ന് വെച്ചാൽ ഫുട്ബോളിന്റെ നാശം, അത്രേ പറയാനുള്ളൂ. ഇന്നലെ കളി കഴിഞ്ഞ ശേഷം പാരഡൈസ് ഒക്കെ കാണിച്ച് പ്യുവർ ഡാഡിലെസ് പരിപാടി എല്ലാവരും കണ്ടതായിരിക്കും. ഇതുകൊണ്ടൊക്കെയാണ് ഇവന്മാര് ജയിക്കരുത് എന്ന് പറയുന്നത്. കയ്യിൽ അത്രയും വൃത്തികെട്ട പരിപാടിയേ ഉള്ളൂ. കളിക്കളത്തിൽ അല്ലെങ്കിൽ ഫുട്ബോൾ ഗ്രൗണ്ടിൽ കളിച്ച് ജയിക്കാൻ വയ്യ. ഇവർക്ക് ആകെ അറിയുന്നത് ഡേർട്ടി ഫുട്ബോളാണ്. കുറെ ഫൗൾ ഇടുക, ഫിസിക്കലി ഫൈറ്റ് ചെയ്യുക. ഇത് മറ്റേ UFC ടൂർണമെന്റ് ഒന്നും അല്ല, ഫിഫ വേൾഡ് കപ്പ് ആണ്. പണ്ടൊരു പഴഞ്ചൊല്ല് പറയും, അങ്ങാടി തോറ്റേന് അമ്മയോട്. സ്പെയിന് നാറ്റിച്ച് വിട്ടേന് പാവം ഗവിയെ തൂക്കി എറിഞ്ഞിട്ടൊക്കെ എന്ത് കിട്ടാനാണ്? നന്നായി, ഒന്ന് നോക്കുമ്പോൾ വളരെ നന്നായി ഇവന്മാര് പൊട്ടിയത്. അർജന്റീന ഫാൻസ് അഥവാ അരകൾക്ക് എന്ത് പറഞ്ഞാലും ക്രൈമോർ ആണ്. മക്കള് നല്ലോണം ക്രൈമോർ ആയിട്ട് പോയി കിടന്ന ചാച്ചിക്കോ. 4 മണി വരെ കളി കണ്ടതല്ലേ, പിന്നെ കുറെ നേരം ഇരുന്ന് കരഞ്ഞു മെഴുകിണ്ടാവുമല്ലോ. ഇറ്റ്സ് നൈസ്, വെരി നൈസ്. ഔട്ട് ആൻഡ് ഔട്ട് ഡോമിനേഷൻ പറയില്ലേ, അതായിരുന്നു സ്പെയിനിന്റെ. മറ്റേ സൈഡ് ഞങ്ങൾക്ക് ഷോട്ട് ഓൺ ടാർഗറ്റ് ഇല്ലെങ്കിൽ എന്താ, ഗോൾ ഇല്ലെങ്കിൽ എന്താ, ചാൻസസ് ഒന്നും ഇല്ലെങ്കിൽ എന്താ, റെഡ് കാർഡ് യെല്ലോ കാർഡിലൊക്കെ ഞങ്ങൾ ഫസ്റ്റ് ആണ്. മതി പോരെ. മറ്റേ ഫിഫ മാമന്റെ പറഞ്ഞിട്ട് 1-2 കപ്പും കൂടി തരാൻ പറയും. ഈ മറ്റേ ഫൗളിട്ട് കളിച്ച് ഇവന്മാർക്ക് ആകെ അറിയണ പണി ഡേർട്ടി ഫുട്ബോളാ. ഒരിക്കലും ഫൈനല് ഡിസേർവ് ചെയ്യാത്തൊരു ടീമാണ് അർജന്റീന. പല കളിയും റഫറി മാമന്റെ സഹായത്തോടെ കടന്നുപോയി. ആൻഡ് ഇംഗ്ലണ്ടിനെതിരെ ഇവര് കളി ജയിച്ചത് അത് ഇംഗ്ലണ്ടിന്റെ മണ്ടത്തരം, പ്യുവർ മണ്ടത്തരം കൊണ്ടാണ്. ഒരു ഗോൾ അടിച്ചതിന് ശേഷം ബസാ, ട്രെയിനാ, പ്ലെയിനാ പാർക്ക് ചെയ്യാൻ വേണ്ടി നിന്നു. അതിലാണ് ഇവന്മാര് ജയിച്ചത്. ഡെഫിനറ്റ് ആയിട്ട് ഇംഗ്ലണ്ടും സ്പെയിനും ഫൈനൽ വന്നിട്ട് വെച്ചാൽ കിടു കളിയായിരുന്നു. എല്ലാവരും പോർച്ചുഗലിനെ വളരെ വൃത്തിക്ക് നാറ്റി ചൂക്കിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്രയും വൃത്തികെട്ട ഫുട്ബോളാണ് കളിച്ചത്. നമ്മൾ സ്പെയിനിന്റെ ഒപ്പം ഒരു ഫൈനൽ കളിച്ചിട്ട് സ്പെയിനിനെ പൊട്ടിച്ച് കപ്പടിച്ചു. അത് ഫ്രണ്ട്ലി ടൂർണമെന്റ് ആയിരിക്കില്ല നിങ്ങൾക്ക്? ഓക്കെ, ഞങ്ങൾ സ്പെയിനിന്റെ ഒപ്പം തോറ്റു. 90-ാമത്തെ മിനിറ്റിൽ എന്തോ മെറീനോ ഗോൾ അടിച്ച് തോറ്റു. എന്നാ പോലും ഞങ്ങൾക്ക് ഷോട്ട് ഓൺ ടാർഗറ്റ് ഒക്കെ ഉണ്ട്. അതേ നക്കിയ കളി, എന്നാലും ഞങ്ങൾക്ക് ഷോട്ട് ഓൺ ടാർഗറ്റ് ഉണ്ട്. ഇത് എവിടെ മാനെ, ഷോട്ട് ഓൺ ടാർഗറ്റ് ഒന്നും കണ്ടില്ല. അയ്യേ, മെസ്സി ഒന്നും ഇന്നലെ കണ്ടിട്ട് പോലും ഇല്ല കളിയിൽ. അത്ര കിടുവായിട്ടാണ് സ്പെയിൻ കളിച്ചിട്ടുണ്ടായിരുന്നത്.
പക്ഷെ മെസ്സിക്ക് ഗോൾഡൻ ബോൾ കിട്ടിയില്ല, അങ്ങനെ റോഡ്രിക്ക് കൊടുത്തു. അത് അഴിമതിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ കളി തുടങ്ങുന്നതിന് മുമ്പ് ഗോൾഡൻ ബൂട്ട് മെസ്സിക്കായിരിക്കും, ഗോൾഡൻ ബോൾ മെസ്സിക്കായിരിക്കും, അല്ലെങ്കിൽ ഗോൾഡൻ ഗ്ലൗ വരെ മെസ്സിക്കായിരിക്കും എന്നൊക്കെ പറയുന്നത് ഞാൻ കണ്ടിട്ടായിരുന്നു. ഫുട്ബോളിനെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. കർമ്മ പറഞ്ഞൊരു സാധനമുണ്ട്. കർമ്മ ഈസ് എ ബിച്ച് ബ്രോ. ചിലപ്പോ വരാൻ വൈകും, കർമ്മയ്ക്ക് ചിലപ്പോ ബസ് കിട്ടാൻ വൈകും, ട്രെയിൻ കിട്ടാൻ വൈകും, ഫ്ലൈറ്റ് കിട്ടാൻ വൈകും, പക്ഷെ അണ്ണൻ വരും. ഇന്ന് ഞാൻ, നാളെ നീ നാണല്ലോ. കരയണം. ബാക്കിയുള്ളവരിട്ട് അത്രയും കരയിച്ച് ടോക്സിക് തേർഡ് റേറ്റ് ഫാൻസ് ആണ് അർജന്റീനയ്ക്ക് ഉള്ളത്. നല്ല ഫാൻസ് ഉണ്ട് കേട്ടോ, നല്ല ഫാൻസ് ഉണ്ട്, ജനറലൈസ് ചെയ്ത് പറയുന്നില്ല. ബാക്കി കുറെ എണ്ണം ഇവന്മാരടുത്ത് എന്ത് പറഞ്ഞാൽ ക്രൈം. വേറൊരു സോക്കോൾഡ് സിനിമ റിവ്യൂവർ ഉണ്ട്, ബാക്കിയുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചിട്ടാണ് അയാൾക്ക് സന്തോഷം കാണിക്കാൻ പറ്റുക. അണ്ണാ ഇപ്പൊ വിളിക്കാൻ തോന്നില്ലേ? ഇപ്പൊ നാട്ടുകാർ തിരിച്ചു വിളിച്ചാ. സോ റോഡ്രിക്ക് ഗോൾഡൻ ബോൾ കിട്ടിയതിനെ പറ്റിയിട്ട് ഭയങ്കര ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്. റോഡ്രി ഡിസേർവ് ചെയ്യുന്നില്ല. പിന്നെ ആരാണ് ചങ്ങായിയെ ഡിസേർവ് ചെയ്യണത്? റോഡ്രി ചിലപ്പോ ബാക്കിയുള്ളവരെ പോലെ ഗോൾ അടിച്ചിട്ടുണ്ടാവില്ല, ഗോൾ അടുപ്പിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ ഇന്നലത്തെ ഒരു കളി മാത്രം കണ്ടാൽ മതി, വേറെ ഒരു കളിയും കാണും. സീസണൽ ഫുട്ബോൾ ആൾക്കാര് ഈ ഫൈനലും ഇമ്പോർട്ടന്റ് മാച്ചസ് മാത്രമല്ലേ കാണുള്ളൂ. ഇന്നലത്തെ കളി മാത്രം നോക്കിയാൽ മതി. അവരുടെ സ്പെയിനിന്റെ എഞ്ചിനാണ് റോഡ്രി. അറ്റാക്കിന് പോകുമ്പോ അവിടെ റോഡ്രി ഉണ്ടാവും. ഡിഫൻസ് കൗണ്ടർ അറ്റാക്കിന് വരുന്ന സമയത്ത് ഡിഫൻസിനെ സപ്പോർട്ട് ചെയ്യാൻ റോഡ്രി ഉണ്ടാവും. റോഡ്രി കിട്ടു പാസ് കൊടുക്കും. റോഡ്രിയുടെ ഇന്നലെ എത്ര വട്ടം ബോൾ മിസ്സായിട്ടെന്ന് മാത്രം നോക്കിയാൽ മതി. റോഡ്രി കൊടുത്ത പാസ് എത്ര മിസ് പാസ് ആയിട്ടെന്ന് മാത്രം നോക്കിയാൽ മതി. സ്പെയിൻ അങ്ങനെ പ്രൈമിൽ കളിക്കുന്ന സ്പെയിൻ ഒന്നല്ല. സ്പെയിന് പ്രോപ്പർ ആയിട്ടൊരു ഫിനിഷർ ഇല്ല, അത് ട്രൂത്ത് ആണ്. മറ്റേ ചങ്ങന്റെ ഒയർസബാൽ, ആ ചങ്ങായി ഉണ്ടെങ്കിൽ പോലും ഹീസ് നോട്ട് എ പ്രോപ്പർ ഫിനിഷറേ അല്ല. എന്നിട്ട് പോലും സ്പെയിൻ കളി ജയിക്കുന്നു വെച്ചാൽ അതിന്റെ മെയിൻ റീസൺ റോഡ്രി ഉള്ളതുകൊണ്ടാണ്. സ്പെയിനിന്റെ എല്ലാ പ്ലേയേഴ്സിനും കളി നോക്കണ്ട, റോഡ്രിയെ മാത്രം നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കളിയും നമുക്ക് അതിൽ കാണാം, എല്ലാവരുടെ കളിയും കാണാം. അതാണ് റോഡ്രി. കിഡു കളിയാണ്. അങ്ങേര് തന്നെയാണ് ഡിസേർവ് ചെയ്യുന്നത്. സ്പെയിൻ ഫൈനലിൽ എത്തി, ഫൈനലിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എല്ലാ ക്രെഡിറ്റും കൊടുക്കേണ്ട റോഡ്രിക്ക് തന്നെയാണ്. ബാക്കിയുള്ള പ്ലേയേഴ്സിന് ക്രെഡിറ്റ് കൊടുക്കണം. ഐ എം സീയിങ് ഏറ്റവും വൈറ്റൽ ഒരു റോള് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് റോഡ്രിയാണ്. ഇന്നലെ റോഡ്രിയെ സബ് ചെയ്തപ്പോ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു അർജന്റീന തിരിച്ചടിക്കുമെന്നുള്ളത്. ആകെ അർജന്റീന എന്തെങ്കിലും കളിച്ചു പറഞ്ഞത് അവസാനത്തെ ഒരു 15 മിനിറ്റ് ആണ്. അതെന്താ വെച്ചാൽ ഇവര് അറ്റാക്കിന് പോകാതെ ഇവര് ഡിഫൻസിൽ വന്നു, അതുകൊണ്ട് മാത്രം. എമി മാർട്ടിനസ് ഉള്ളതുകൊണ്ടാണ് കളി 90 മിനിറ്റിൽ കഴിയാതിരുന്നു. ഇവൻ 90 മിനിറ്റ് കഴിഞ്ഞിട്ട് അഡീഷണൽ മിനിറ്റ്സ് കൊടുത്താൽ ലാസ്റ്റ് ഒരു ഫ്രീ കിക്ക് കിട്ടിയത് കിഡു സേവ് ആയിരുന്നു. ഇല്ലേ അപ്പ തീരണ്ടാണ് കളി. ആൻഡ് ഇവന്മാരുടെ ഡേർട്ടി ഫുട്ബോൾ, കുറെ ഫൗൾ ഇടുക, മറ്റേ എൻസോയ്ക്ക് റെഡ് കാർഡ് കിട്ടി, വളരെ നല്ല കാര്യം. പാരഡൈസിനും കൂടി കൊടുക്കണായിരുന്നു. പാരഡൈസിന് ആകെ അറിയുന്ന ഫുട്ബോൾ പറയുന്ന സാധനം വല്ലവന്റെ നട്ടലിക്ക് ചവിട്ടുക, കാലിക്ക് ചവിട്ടുക, അത് മാത്രമാണ്, വേറെ ഒന്നുമല്ല. ആൻഡ് മെസ്സി കരഞ്ഞതിലൊക്കെ നമുക്കും സങ്കടമുണ്ട്. മെസ്സിയോട് നമുക്ക് ഒരു വിരോധവും ഇല്ല. ഹീസ് ആക്ച്വലി എ ലെജൻഡ്. ഞാൻ റൊണാൾഡോന്റെ ഡൈ ഹാർഡ് ഫാൻ. ഇപ്പൊ മെസ്സി വേൾഡ് കപ്പ് എടുത്തിട്ടുണ്ടെങ്കിലും, മെസ്സി ഗോൾഡൻ ബൂട്ട് അടിച്ചിട്ടുണ്ടെങ്കിലും, ബോൾ അടിച്ചിട്ടുണ്ടെങ്കിലും, ഗ്ലൗ അടിച്ചിട്ടുണ്ടെങ്കിലും, മെസ്സിയെ ഫിഫയുടെ പ്രസിഡന്റ് ആക്കിയിട്ടുണ്ടെങ്കിലും അന്നും ഇന്നും എന്നും അണ്ണൻ തന്നെയാണ് എനിക്കും. കാരണം ഇങ്ങനത്തെ കറക്റ്റഡ് ആയിട്ടുള്ള ട്രോഫീസും കറക്റ്റഡ് ആയിട്ടുള്ള ടൂർണമെന്റ് ജയിക്കുന്നേക്കാളും തോക്കണ തന്നെ നല്ല ഹാർഡ് വർക്ക് ചെയ്ത് മാന്യതയോടെ തോക്കണ തന്നെയാണ് നല്ലത്. മെസ്സിയോട് നമുക്ക് ഒരു വിരോധമില്ല. ഹീസ് ആക്ച്വലി എ ലെജൻഡ്. മെസ്സി അന്ന് കോപ്പ അമേരിക്കയിൽ മാർച്ചിലോട്ട് ഫുട്ബോൾ അടിച്ചു കളഞ്ഞിട്ട് വിരമിച്ചപ്പോ, ബീങ് എ റൊണാൾഡോ ഫാൻ, ഐ വാസ് ലൈക്ക് ഹി ഡിസേർവ് ബെറ്റർ. ഇതുകൊണ്ട് തീരേണ്ട ഒരു കളിക്കാരനെ അല്ല. എന്നാൽ ഈ ഫാൻസിന്റെ മറ്റടുത്ത വർത്താനം കേൾക്കുമ്പോഴാണ് അണ്ണൻ പെട്ടിയിൽ പെട്ടി കിടക്കാണേ. എന്ത് നിങ്ങളുടെ ആൾക്ക്, നിങ്ങളുടെ മിശികയ്ക്ക് ബോൾ കൊണ്ടുവന്ന് ഗോൾ അടിച്ചൂടെ? റഫറി വരെ കൂടി ഉണ്ടായിട്ട് ഗോൾ അടിക്കാൻ, ബോൾ കിട്ടണ്ടേ രാമൻകുട്ടി? ബോൾ കിട്ടിയാലല്ലേ ഗോൾ അടിക്കാൻ പറ്റുള്ളൂ. ഒന്ന് തൊടാനെങ്കിലും കൊടുക്കായിരുന്നു ഒരു ഭംഗിക്ക്. എനിക്ക് തോന്നുന്നു കളിക്ക് ശേഷം അർജന്റീനക്കാർക്ക് ഈ ബോളാണ് ഗിഫ്റ്റായി കൊടുത്തു തോന്നുന്നു, തൊടാൻ വേണ്ടിയിട്ട്. ഭയങ്കര സന്തോഷത്തോടെയാണ് അർജന്റീനക്കാർ വീട്ടിൽ പോയത് എന്നാണ് അറിയാൻ പറ്റിയത്. സോ കളി തുടങ്ങി. ഫസ്റ്റ് രണ്ടാമത്തെ മൂന്നാമത്തെ മിനിറ്റിൽ തന്നെ സ്പെയിൻ അടിക്കേണ്ടെന്ന് യമാലിന് കിട്ടിയൊരു ചാൻസ്, അടിപൊളിയാണ്. അത് ഫിനിഷ് ചെയ്തിട്ട് വെച്ച കിഡു ആയനെ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ദാറ്റ് വാസ് എ പുവർ ഷോട്ട്. ഭയങ്കര പുവർ ഷോട്ടായിരുന്നു. പലപ്പോഴും സ്പെയിൻ അറ്റാക്ക് ചെയ്ത് നല്ല വൃത്തിക്ക് വന്നിട്ട്
ഫൈനൽ പാസ് പറയുന്ന അത് ഒരിക്കലും ഒരു ക്ലിനിക്കൽ പാസ് ആയിരുന്നില്ല. ആൻഡ് പ്രോപ്പർ ആയിട്ട് ഒരു ഫിനിഷർ അവർക്കില്ലാത്തതിന്റെ പ്രശ്നം കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ചങ്ങായി ഒയർസബാൽ പോർച്ചുഗലിനെതിരെ ഇതേപോലെ ഒരു ഓപ്പൺ ചാൻസ് മിസ്സാക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ആള് ഈസ് കൈൻഡ് ഓഫ് എൻ ആവറേജ് പ്ലെയർ. ഒരു പ്രോപ്പർ ആയിട്ട് ഒരു ക്ലിനിക്കൽ ഫിനിഷർ എന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ആ ഒരു ഫിനിഷറിന്റെ അഭാവം പല സമയത്തും കളിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഫൈനൽ തേർഡിലോട്ട് പാസ് കൊടുക്കുമ്പോൾ അവിടെ പ്ലേയേഴ്സ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇവർ ക്ലിയർ ചെയ്ത് വരുന്ന റീബൗണ്ട് ഇവർ അടിക്കുന്ന ഷോട്ട്സിന് പവർ ഉണ്ടാവില്ല. ആകെ ഒരു കിഡു ഷോട്ട്സ് അടിച്ചു കണ്ടിട്ട് മറ്റേ കുബാർസിയാണ് ഡിഫൻഡർ ലോങ് റേഞ്ച് അടിച്ചതായിരുന്നു പെട്ടസാണ്. ആൻഡ് കുറെ കോൺട്രവേഴ്സിയും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഇന്നലത്തെ മറ്റേ നിക്കോ വില്യംസിന്റെ ഒരു ഗോള്. അത് മറ്റേ ഫൗൾ അല്ലാണ്ട് ദാറ്റ് വാസ് ആക്ച്വലി ക്ലിയർ ഫൗൾ. മെറീനോ ബോൾ റിസീവ് ചെയ്യുന്ന സമയത്ത് പാരഡൈസിന്റെ കാലിൽ നല്ല വൃത്തിക്ക് ചവിട്ടിണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത് ഫൗൾ കൊടുത്തത്. അല്ലാതെ അതിന് റെഫറിയെ കൂട്ടുപിടിച്ചു തന്നു. എല്ലാത്തിനും നമ്മൾ കുറ്റം പറയാനൊന്നും പാടില്ലല്ലോ. ആൻഡ് ഫെറാൻ ടോറസ് എല്ലാവരും ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ചങ്ങായി ട്രോള് പറഞ്ഞ പീക്ക് ട്രോളാണ് ഈ ചങ്ങായിക്ക് കിട്ടിയത്. ഫിനിഷിങ് അറിയില്ല, അതേപോലെ തന്നെ ഈ ചങ്ങായിക്ക് എന്തിനാണ് ടീമിൽ എടുത്ത അടുത്ത മറാഠ എന്നൊക്കെ പറഞ്ഞിട്ട്. ലൈഫ് ഗീവ്സ് യു എ സെക്കൻഡ് ചാൻസ്. ലൈഫ് നമുക്കൊരു രണ്ടാമത്തെ ചാൻസ് തന്നു വെച്ചാൽ യൂസ് ഇറ്റ് ലൈക്ക് ഫെറാൻ ടോറസ്. ഒരൊറ്റ മാച്ച് ആ കംപ്ലീറ്റ് ടൂർണമെന്റ് ഡിസൈഡ് ചെയ്ത് ആര് ജയിക്കണമെന്ന് ഡിസൈഡ് ചെയ്തത് ഫെറാൻ ടോറസ് ആണ്. കിഡു ഗോളായിരുന്നു. നമ്മൾ വിചാരിക്കും ഓപ്പൺ പോസ്റ്റ് അല്ലേ, പക്ഷെ അത് ലെഫ്റ്റ് ഫുട്ട് ഷോട്ട് ആയിരുന്നു. ദാറ്റ് വാസ് എ ക്ലിനിക്കൽ ഫിനിഷിങ്. ഒന്ന് അങ്ങടും കൂടെ മാറിയെന്ന് വെച്ചാൽ പോസ്റ്റിന്റെ മുകളിൽ കൂടെ പോയിണ്ടാവും, അല്ല ബാറിന്റെ മുകളിൽ കൂടെ പോയിണ്ടാവും. ക്ലിനിക്കൽ ഫിനിഷിംഗ് ആയിരുന്നു അത്. അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ലക്ഷ്മി അമ്മാള് ഉണ്ടായിരുന്നെങ്കിലും പല സമയത്തും ലക്ഷ്മി അമ്മാലിനെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ടുവേർഡ്സ് എൻഡൊക്കെ ആള് നല്ല നല്ല ചാൻസസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫൈനൽ തേർഡിലോട്ട് പ്രോപ്പർ ബോൾ കൊടുക്കുമ്പോൾ അവിടെ ഒരു പ്ലെയർ ഉണ്ടായിരുന്നില്ല. അതായിരുന്നു സ്പെയിനിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ആൻഡ് സ്പെയിൻ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്ന കാണണം. ബോൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇവൻ ഒരു സൂചി കുത്താൻ ഒരു സ്പേസ് കൊടുത്താൽ അവർ അവിടുന്ന് ചാൻസ് ക്രിയേറ്റ് ചെയ്യും. ഏറ്റവും ഡിസേർവിങ് ടീം തന്നെയാണ് ജയിച്ചത്. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുട്ബോൾ വേൾഡ് കപ്പ് തുടങ്ങുന്ന സമയത്ത് 4 ടീമാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ 4 ടീമായിരിക്കും ടോപ്പ് 4 വരുന്നുണ്ടാവുക. സ്പെയിൻ, മറ്റേ ഇംഗ്ലണ്ട്, അതേപോലത്തെ ഫ്രാൻസ്, പോർച്ചുഗൽ പറയുമ്പോൾ നമ്മൾ അണ്ണന്റെ ബ്ലൈൻഡ് ഫാനാണ്. അണ്ണനെ വിട്ട് നമുക്ക് കളിയില്ല. ഒരു പാപ്പരാസി ടീമാണെങ്കിലും അണ്ണന്റെ ടീം ജയിക്കുന്നേ ഞാൻ പറയുള്ളൂ. ബാക്കി ബ്രസീലോ അർജന്റീനയോ ഒന്നും എവിടെ എത്തുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞ 3 ടീം ഓൾറെഡി വന്നു, ബിക്കോസ് ദേ പ്ലേ ക്വാളിറ്റി ഫുട്ബോൾ. അർജന്റീന പിന്നെ കമ്മിറ്റി കളിയും കളിച്ച് റഫറിയുടെ മൂട് താങ്ങിയിട്ടൊക്കെയും ഫിഫ മാമന്റെ മൂട് താങ്ങിയിട്ടൊക്കെയാണ് ഇവിടെ എത്തിയത്. പോർച്ചുഗൽ, ദാറ്റ് വാസ് എ ബ്ലൈൻഡ് ഡിസിഷൻ. ഇതിലും നല്ല ടീം ഡിസിഷൻ. ഈ ഈജിപ്ത് ആയാലും മറ്റേ കോങ്കോ ആയാലും കാപ്പോ വെർദെ ആയാലും ഇതിലും ബെറ്റർ ഫുട്ബോൾ കളിച്ചത്. അവരൊക്കെയാണ് ഒരു സ്പേസ് ഈ ടോപ്പ് 4 ഡിസേർവ് ചെയ്യുന്നത്. ഇജാതി നാറിയ നക്കിയ കളി കളിക്കുന്ന ടീമല്ല. എന്തായാലും ലോകകപ്പ് അങ്ങനെ കഴിഞ്ഞു. ഇനി അടുത്ത ലോകകപ്പ് 2030. അപ്പോഴേക്കും നമ്മളിൽ ആരൊക്കെ ഉണ്ടാവും, അതേപോലെ തന്നെ റൊണാൾഡോ കളിക്കോ മെസ്സി കളിക്കോ, നോബഡി നോസ്. കാരണം അടുത്ത മൊമെന്റിൽ എന്താ ഉണ്ടാവുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. സോ ഉള്ള സമയത്ത് ഹാപ്പി ആയിരിക്കുക. അപ്പൊ ഈ ലോകകപ്പ് സമയത്ത് ഞാൻ കുറച്ച് എല്ലാ കളിയും ഞാൻ കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. മെയിൻ സംഭവം അതിന്റെ ടൈമിങ് തന്നെയാണ്. 12:30 1:30 ഒക്കെ പറയുമ്പോൾ കാണാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആൻഡ് കളിച്ച കളിയിൽ ഞാൻ കണ്ട കളിയിൽ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വാക്ക് ആരെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ എം ലിറ്ററലി വെരി സോറി ഫോർ ദാറ്റ്. ഇതന്നെ ഞാൻ IPL കഴിഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിത് എന്റർടൈൻമെന്റിന് വേണ്ടി പറയുന്നതാണ്. ഇത് ആരും വേണം വെച്ച് ഹേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആരെങ്കിലും അടുത്തൊരു ഗ്രഡ്ജോട് പറയണമെന്നല്ല. ദിസ് ഇസ് ഫോർ പ്യുവർ എന്റർടൈൻമെന്റ്, ജസ്റ്റ് ഫുട്ബോൾ കൊണ. പിന്നെ കളി കാണാതായത് പോർച്ചുഗൽ പുറത്തായതിനു ശേഷം എനിക്ക് കളി കാണണമെന്ന് ഒരിക്കലും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് അണ്ണൻ കരഞ്ഞു പോണ ആ ഒരു സങ്കടം, ആ ഒരു ഇമേജ് ആണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് പോർച്ചുഗലിന്റെ കളി വാസ് കൈൻഡ് ഓഫ് എ ഹൊറർ ഷോ. കംപ്ലീറ്റ് ഹൊറർ പരിപാടിയാണ്. ഹൊറർ സിനിമ കാണുന്ന പോലെയാണ്. പേടിയായിരുന്നു ഏത് മിനിറ്റിലും. പിന്നീട് അത് കഴിഞ്ഞപ്പോ സുഖമായി ഉറങ്ങാൻ പറ്റി. പിന്നീട് ഫുട്ബോൾ കാണണമെന്നേ തോന്നിയില്ല. ആര് ജയിക്കും ആര് തോക്കും എന്തോ ആയിക്കോട്ടെ. പിന്നെ ഈ അർജന്റീന ഫാൻസിന്റെ കൊണ കാരണമാണ് അർജന്റീന പൊട്ടണം തോന്നിയിട്ട് ഈ ഫൈനൽ കണ്ടത്. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അതേപോലെ നടന്നു. എന്തായാലും കൺഗ്രാറ്റുലേഷൻസ് സ്പെയിൻ, ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ സേവിങ് ഫുട്ബോൾ.